ഹലോ താഷ് വ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊതിച്ചോറിൻ്റെ പിന്നിലെ കഥയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. മീൻ വാങ്ങാനാണ് പോയതെങ്കിലും മൊത്തം അവിടെ ഒന്ന് കറങ്ങിയിട്ടാണ് തിരിച്ചു വരുള്ളൂ. എന്നും അതെ, നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വാങ്ങാൻ ഉദ്ദേശിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നാലും വെറുതെ ഒന്ന് കറങ്ങല്ല അവിടെ. അപ്പോൾ കാണുന്നതൊക്കെ അങ്ങോട്ട് വാങ്ങും. അങ്ങനെ ഞങ്ങൾ കറങ്ങണേനിടയിൽ വാഴലിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നാളെ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, വാഴയില വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഒരുപാട് കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറൊന്നല്ല, ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ വാട്ടിയ വാഴയിലയിൽ ചൂട് ചോറിട്ട് കറികളൊക്കെ ഇട്ട് പൊതിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അത് തുറന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു സ്വാദ് പറയുമ്പോൾ തന്നെ വായയിൽ വെള്ളം വന്നിട്ട് പാടില്ല. എന്നെപ്പോലെ പൊതിച്ചോറ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് 2 തരം മീനാണ് വാങ്ങിയത്. കണമ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു, കിളിമീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിളിമീൻ നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തന്നു. കണമ്പ് വീട്ടിൽ വന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. പിന്നെ നമ്മുടെ കിളിമീനിന് അവിടെ പറയുന്ന പേരെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുൽത്താൻ കണ്ണൻ എന്നാട്ടാ. ഞങ്ങളിവിടെ കിളിമീൻ എന്നാണ് പറയുക. കണമ്പ് ഞാൻ വറക്കാമെന്നും കിളിമീൻ കറി വെക്കാമെന്നുമാണ് വിചാരിച്ചിരിക്കുന്നത്. കണമ്പ് വറക്കാനായിട്ട് അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഇട്ട് നല്ലോണം പുരട്ടി മസാല പിടിക്കാനായിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിമീൻ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു, പൊതിച്ചോറിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അധികം ചാറൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ മീൻകറിയാണ് ഉണ്ടാക്കിയത്. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അത് നന്നായി ഒന്ന് വാടി വന്നപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ഈ സമയം ഉപ്പൊന്ന് നോക്കി, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ സമയം നമ്മുടെ മീൻ അവിടെ മസാല പുരട്ടി സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ മീൻ ഓരോന്നായിട്ട് പറക്കി വെച്ചു. ഇനി രണ്ടും അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. മീൻ കറിയും മീൻ വറുത്തതും റെഡി ആവുന്ന സമയത്ത് അടുത്ത കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയറുപ്പേരി ആട്ടാം. അതിന് വേണ്ടിയിട്ടുള്ള പയർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പയർ ഞാൻ ആദ്യം ഒന്ന് ഒരെണ്ണെടുത്ത് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ടാണ് പൊളിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പയറുമണി പോലും കാണാനില്ല. ലാസ്റ്റ് എത്താറായി കഴിഞ്ഞപ്പോൾ ഒരു 2-3 കുഞ്ഞി പയറുമണി കിട്ടിയിട്ടാണ്. പയർ നമ്മളെ പറ്റിച്ചു ഗൈസ്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് ഒടിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ പയറുമണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എല്ലാം കൂടി കൂട്ടി പിടിച്ച് അരിഞ്ഞെടുത്തു അത്. ഈ സമയം നമ്മുടെ മീൻകറിയിൽ വെള്ളം വറ്റി മീൻകറി റെഡിയായി ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മളെ അടി പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴേക്കും അത് വറ്റി വരുന്നുണ്ട്. മീൻ ഒരു സൈഡ് വെന്തു, അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പയറുപ്പേരി ആട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പയറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പയറിട്ട് കൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചു. ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അങ്ങനെ നമ്മുടെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ബോക്സിലായിട്ടുള്ള തേങ്ങയായിട്ട് മേടിക്കാം. തേങ്ങ ചിരകിയതാണ് നമ്മൾ മേടിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീസറിലെടുത്ത് വെക്കും. ആവശ്യത്തിന് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കും, തിരിച്ച് വീണ്ടും ഫ്രീസറിലെടുത്ത് വെക്കും. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ തേങ്ങ ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് നമ്മൾ ചട്ടിയിൽ വെച്ച് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ ആ ജാറ് ശരിയായില്ല. അപ്പോൾ ഞാൻ ജാറ് മാറ്റി വേറൊരു ജാറിലിട്ട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി.
പിന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കണത് ഓംലേറ്റ് ആട്ടാ. ചോറ്, അച്ചാറ്, മുട്ട വറുത്തത്, പപ്പടം, മീൻ വറുത്തത്, മീൻ കറി, ചമ്മന്തി. അപ്പോൾ ഇതൊക്കെയാട്ടാ നമ്മൾ പൊതിച്ചോറിലേക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കറികൾ. ഇനി നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനായിട്ട് വാഴയില വാട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാഴയിലേക്ക് ചോറിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഉപ്പേരിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ വറുത്ത് വെച്ച മീൻ വെച്ചു. പിന്നെ നമ്മുടെ ഓംലേറ്റ്. അടുത്തതായിട്ട് നമ്മുടെ മീൻ വറ്റിച്ചത് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചമ്മന്തി ഒരു കുഞ്ഞ് ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ഇനി കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട്. അതിലേക്ക് നമ്മളൊരു മാങ്ങച്ചാർ വെച്ച് കൊടുത്തു. ഇനി അടുത്തതാണ് ടാസ്ക്. ഇനി നമ്മൾക്കതൊന്ന് പൊതിഞ്ഞെടുക്കണം. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും ഞാനതിനൊന്ന് ട്രൈ ചെയ്യാണ്. അങ്ങനെ നമ്മളത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടം കൂടി വറുത്തിട്ടുണ്ടായിട്ട് അത് നമ്മൾ ഇതിൽ വെക്കണില്ല. അത് നമുക്ക് ഇത് തുറന്ന് കഴിക്കണ സമയത്ത് എടുത്ത് കഴിക്കാമല്ലോ. ഇനി നമ്മളത് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ പൊതിച്ചോറ് നമ്മൾ തുറക്കുകയാണ്. ചേട്ടൻ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ തുറന്ന് നോക്കാട്ടാ. അടിപൊളി.